ഫൈനാൻഷ്യൽ സെമിനാറുകൾ നടക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് ചോദ്യോത്തര വേളകളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എനിക്ക് വരുന്ന ഒരു ചോദ്യമാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യൽ ഹലാലാണോ? മുസ്ലിങ്ങൾക്ക് ഇത് അനുവദനീയമാണോ? ഇല്ല എന്നാണല്ലോ ഞങ്ങൾ പലരും ധരിച്ചു വച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഹലാൽ ആയിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങുക? ഏത് രീതിയിലാണത് നമ്മൾ മനസ്സിലാക്കുക? അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ വാങ്ങണം എന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്നുള്ള ഒരു കോമൺ ചോദ്യമാണ്. പ്രിയമുള്ളവരെ, സമി വെൽത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പൊതുവെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് സേഫാണോ സെക്യൂർഡാണോ എന്നതിലൊക്കെ ഉപരിയായിട്ട് ഇത് ഹലാലാണോ എന്നുള്ളൊരു തോട്ടുണ്ട്. ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ തന്നെ ഏതൊക്കെ സൂക്ഷ്മ തലങ്ങളിലൂടെയുള്ള ഇടപാടുകളുണ്ട്, അല്ലാത്ത ഇടപാടുകളുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് ഏതൊക്കെ അനുവദനീയമാണ്, ഏതൊക്കെ അനുവദനീയമല്ല എന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കുമ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു മാർക്കറ്റാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു വിനിമയ സ്ഥലം, ഒരു ചന്ത, ഒരു സ്ഥലം, സാധനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലം. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താണ് അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ടുള്ള, ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്വാഭാവികമായിട്ടും ആ ഒരു ആംഗിളിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഹലാലാണ് എന്ന് പറയാം. ഒന്ന്. രണ്ടാമത്തത്, അവിടെ നടക്കുന്ന എല്ലാം ഹലാലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് മറുപടി. അവിടെ നടക്കുന്ന എല്ലാ വിനിമയങ്ങളും, അതിപ്പോൾ ഏത് മാർക്കറ്റിലും അങ്ങനെ തന്നെയുള്ളൂ. ഒരു മുസ്ലിം വിശ്വാസിക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന സാധനങ്ങളുണ്ട്, വാങ്ങാൻ വിൽക്കാനും പറ്റാത്ത സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെയും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന സാധനങ്ങളുണ്ട്, വാങ്ങാനും വിൽക്കാനും പറ്റില്ലാത്ത സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഏതൊക്കെ വാങ്ങാൻ പറ്റും, ഏതൊക്കെ വിൽക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്കുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള, പ്രോപ്പർലി മോണിറ്റർ ആയിട്ടുള്ള, ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രോപ്പർലി മോണിറ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്. മറ്റുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ചെറുകിട സ്ഥാപനത്തിനെയോ ആശ്രയിച്ചിട്ട് കണ്ണും പൂട്ടി 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ കൊണ്ടുപോയിട്ട് അവർക്കൊരു ഷെയറായിട്ട് കൊടുക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് വളരെ സേഫായിട്ടും സെക്യൂർഡായിട്ടും ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അവിടെ ചതികളും വഞ്ചനകളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഏറ്റവും സേഫാണ്, സെക്യൂർഡാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെ ഇടപാടുകളാണ് നടക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. ഒരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഷെയർ വാങ്ങുന്നു, എന്നിട്ട് ആ ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായിട്ടും ഞാൻ ആ സ്റ്റോക്ക് വിറ്റിരിക്കണം. ആ സ്റ്റോക്ക് ഞാൻ ആ ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ വിറ്റിരിക്കണം. ഇനി അതല്ല, ഞാൻ വിറ്റില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഡേ തീരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സെൽ ഓഫ് ആവും. അത് ആണ് ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ഒരു ശരിയായ പ്രിൻസിപ്പൾ പ്രകാരം അനുവദനീയമല്ല എന്നുള്ളതാണ്. കാരണം ഒരു ഇടപാട്, ഒരാൾ ഒരു കാര്യം വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങിയ വ്യക്തിയുടെ ഇഷ്ടമില്ലാതെ ആ വാങ്ങിയ വ്യക്തിക്ക് എപ്പോഴാണോ കൊടുക്കേണ്ടത് അപ്പോഴേ അത് കൊടുക്കാൻ പാടുള്ളൂ. അത് ഫോഴ്സ്ഫുള്ളി കൊടുക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും അനുവദനീയമല്ല എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രാഡേ ട്രേഡിംഗ് അനുവദനീയമല്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് നോർമലായിട്ട് വരുന്ന സ്വിംഗ് ട്രേഡിങ്ങും അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിങ്ങുമാണ്. രണ്ടും ഒരേ കാറ്റഗറിയാണ്. പക്ഷേ ഒരു 2-3 മാസം, 2 ആഴ്ച, ഒരാഴ്ച, 2 ദിവസം, 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ലാഭം വരുമ്പോൾ കൊടുക്കുന്നതാണ് സ്വിംഗ് ട്രേഡിങ്. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത്. എനിവേ, രണ്ടും നമുക്ക് നമ്മൾ കൊടുക്കുന്ന രീതിയും വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക്, ഒരു കമ്പനി കണ്ടു, കമ്പനിയെക്കുറിച്ച് പഠിച്ചു, ആ കമ്പനിയുടെ ഒരു സ്റ്റോക്ക് നല്ലതാണെന്ന് തോന്നി, അതിൻ്റെ ഒരു ഷെയർ നമ്മൾ വാങ്ങുകയാണ്. ആ ഷെയർ വാങ്ങുമ്പോൾ ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങി എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഞാൻ സൂക്ഷിക്കുകയാണ്. ഇനി എനിക്ക് ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസം കഴിഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ 1 മാസം കഴിഞ്ഞിട്ടോ ഞാൻ ഉദ്ദേശിച്ചൊരു ലാഭം ആയിക്കഴിയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ല കമ്പനിയുടെ ഷെയർ നഷ്ടത്തിലാവുകയാണെങ്കിൽ അപ്പോഴും എനിക്ക് കൊടുക്കാം. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്.
അപ്പോൾ ലാഭം ഉണ്ടായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ലാഭം കിട്ടുന്നു, നഷ്ടമാണെങ്കിൽ എനിക്ക് നഷ്ടമാവുന്നു. അതാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അത്തരത്തിലുള്ള ട്രേഡിങ് അനുവദനീയമാണ് എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിലുള്ള എല്ലാ ട്രേഡിങ്ങും അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൈക്സ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് 5000 ചില്ലാനം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 5000 ചില്ലാനം കമ്പനികളിൽ നിന്നും ഒരു പ്രോപ്പർ ശരിയ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനികൾ എന്ന് പറയുമ്പോൾ ഒരു ലെസ് ദാൻ 2000 നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 3000 കമ്പനികൾ നമുക്ക് പിന്നെ ഒരു ശരിയ ഓറിയൻറ്റഡ് കമ്പനികളല്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ അത് മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഒരു ബിസിനസ് ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തി ശരിയായ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഇന്ന ബിസിനസ്സുകളെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായുള്ള നിർദ്ദേശം ഉണ്ടല്ലോ. ആ നിർദ്ദേശത്തിൽ പെടുന്ന ബിസിനസ്സാണോ ഒന്ന് നോക്കിയാൽ മതി. അതാണ് ഒന്നാമത്തെ കാര്യം. അത് മദ്യം, മറ്റുള്ള ടൊബാക്കോ, അതല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പലിശ വരുമാനമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശരിയായ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടുള്ള ബിസിനസ്സുകൾ ഒരു സത്യവിശ്വാസിക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളിലെ ഒരു സത്യവിശ്വാസി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ് അത്തരത്തിലുള്ള ബിസിനസ്സാണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഷെയർ വാങ്ങുന്ന ബിസിനസ്സുകൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണോ എന്ന് നോക്കുക. അതാണ് ഒന്നാമത്തെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ വരുമാനം 100% ആ കമ്പനിയുടെ പ്രൊഡക്റ്റോ സർവീസോ വിറ്റ് കിട്ടുന്ന വരുമാനമായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സ്ഥാപനത്തിന് 2 കോടി രൂപ ആസ്തിയുണ്ട്. പക്ഷേ ഈ 2 കോടി രൂപ ആസ്തി ഈ സ്ഥാപനത്തിന് ആവശ്യമില്ല കമ്പനി റൺ ചെയ്യാൻ വേണ്ടി. 1 കോടി രൂപ മാത്രം ആ സ്ഥാപനത്തിന് റൺ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ. ബാക്കി വരുന്ന പൈസ ഈ സ്ഥാപനം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അത് ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബാങ്കിൽ നിന്നും ഒരു റിട്ടേൺ ആയിട്ടൊരു പൈസ അവർക്ക് കിട്ടുന്നുണ്ടാവും. ആ കമ്പനിയുടെ ലാഭം നോക്കുമ്പോൾ കമ്പനിക്ക് ഒരു 20 ലക്ഷം രൂപ ലാഭമായിട്ട് വന്നിട്ടുണ്ട്, ബിസിനസ് ചെയ്തിട്ട് ലാഭമായിട്ട് വന്നിട്ടുണ്ട്. ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും ഇൻട്രസ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം ലാഭം 30 ലക്ഷം രൂപയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഹലാലും ഹറാമും മിക്സായിട്ട് നിൽക്കുന്ന ഒരു വരുമാനം ആ കമ്പനിക്ക് ഉണ്ടെങ്കിലും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കമ്പനിയുടെ വരുമാനം 100% ഇൻകം പ്രോപ്പർ ബിസിനസ്സിലൂടെയാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ 2 കാര്യമാണ് ഏറ്റവും മേജറായിട്ടുള്ള 2 കാര്യങ്ങൾ. പിന്നെ വരുന്ന 2 കാര്യങ്ങൾ പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പക്ഷേ ഓഫ് കോഴ്സ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഏറ്റവും സൂക്ഷ്മതലം ഏതാണോ അതിനെ പിൻപറ്റൽ തന്നെയാണ് നല്ലത്. അതിൽ മൂന്നാമത്തെ ഈ പറഞ്ഞ തരത്തിൽ വരുന്നതിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് കടങ്ങളില്ലാത്ത, ബാധ്യതകളില്ലാത്ത, വേറെ ലോണുകളൊന്നും ഇല്ലാത്ത സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ചില പണ്ഡിതന്മാർക്ക് 1/3 ലോണിൻ്റെ, അതായത് മൊത്തം ആസ്തിയുടെ ഒരു 1/3 വരെയും കടമുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് സ്വാഭാവികമായിട്ടും കടങ്ങളുണ്ടാകുമ്പോൾ ചെറിയ രീതിയിൽ സ്ഥാപനങ്ങൾക്ക് ചെറിയ ലോണുകളുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ അവർ കൊടുക്കുന്ന ലോൺ മൊത്തം വരുമാനത്തിൻ്റെ 3% കൂടാൻ പാടില്ല, 5% കൂടാൻ പാടില്ല എന്നുള്ള ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാരുടെ ഓരോ കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്താണെന്നുള്ളതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ബിസിനസ് നോക്കുക, 2 അവരുടെ ഇൻകം പ്രോപ്പർ ബിസിനസ്സിലൂടെ ആണെന്ന് ഉറപ്പുവരുത്തുക, 3 അവർക്ക് കടമില്ലാത്ത ഒരു സ്ഥാപനമാണെന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 1000-1500ഓളം സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. ആ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിച്ച് ആ സ്ഥാപനങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കണം. ഇനി വെറുതെ പോയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുത്. ആ സ്ഥാപനം നല്ല സ്ഥാപനമാണോ, ഗ്രോത്ത് ഉണ്ടോ, ഫ്യൂച്ചറുണ്ടോ, അവരുടെ പ്ലാൻ എങ്ങനെയാണ്, അത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് എപ്രകാരമാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ശരിയ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഹലാലായ രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ കമ്പനിയെയും എടുത്ത് പഠിച്ച് അവരെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അവരുടെ ബിസിനസ് പഠിച്ച് അവരുടെ വരുമാനം പഠിച്ച് അവരുടെ ഡെപ്റ്റ് ഫ്രീ കോൺസെപ്റ്റുകളൊക്കെ നോക്കി അതിനുശേഷം മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ തീർച്ചയായിട്ടും അനുവദനീയം തന്നെയാണ്. അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾ കടന്നു വരണം. അത് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഷെയർ മാർക്കറ്റ്.
അതിൽ പിന്നെ മറ്റു തലങ്ങളിലേക്കൊന്നും പോവാതെ ഏറ്റവും സൂക്ഷ്മതലത്തിൽ ഏറ്റവും നന്നായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമുള്ള ഒരു ഏരിയയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നാട്ടിൽ നടക്കുന്ന പല ചതിക്കുകളും വഞ്ചനകൾക്കൊക്കെ നേക്കാലൊക്കെ എത്രയോ പിന്നെ ഭേദമാണ്, എത്രയും സേഫാണ്, എത്രയും സെക്യൂർഡാണ് എന്നുകൂടി മനസ്സിലാക്കുക. കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.